ഹലോ ഗൈസ്, സമയം വെളുപ്പിന് 5 മണി. ക്രിസ്മസിൻ്റെ വെക്കേഷൻ്റെ കസിൻസ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങൾ അടിപൊളി ട്രിപ്പ് പ്ലാൻ ചെയ്തു വാഗമണിലേക്കാണ്. പക്ഷെ വാഗമണ് പോകാൻ പറ്റിയില്ല. ഞങ്ങൾ അതുകൊണ്ട് നേരെ പാലരുവിയിലേക്ക് വെച്ച് പിടിച്ചു. അടിപൊളി ഒരു സൺസെറ്റ് ഒക്കെ കണ്ടിട്ട് നേരെ ഞങ്ങൾ പുനലൂർ പാലം വഴി ഫസ്റ്റ് പോയത് തെന്മല ഡാമിലേക്കാണ്. പ്രത്യേകിച്ച് ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല, വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് അത്ര ഒരു രസം ഉണ്ടായിരുന്നില്ല കാണാൻ. പക്ഷെ നല്ല തണുത്ത കാറ്റുണ്ടായിരുന്നു, നല്ല തണുത്ത ഒരു വൈബ് ആയതുകൊണ്ട്, ടൈമൊക്കെ ആയതുകൊണ്ട് നല്ലൊരു വൈബായിരുന്നു കേട്ടോ കാണാനായിട്ട്. പിന്നെ അവിടെ നേരെ കല്ലട ഡാമിൻ്റെ അവിടെ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് കാട്ടിക്കൂടെ ഞങ്ങൾ നേരെ പാലരുവിയിലേക്ക് പോയി. ഒരു 8 മണി ആ സമയമൊക്കെ ആയപ്പോൾ ഞങ്ങൾ ഒരു ചേട്ടൻ്റെ കടയിൽ കയറി നല്ല നാടൻ ഫുഡ് കഴിച്ചു. നല്ല ദോശയും അതേപോലെ തന്നെ ഓംലെറ്റും ഒക്കെ ആയിട്ട് നല്ല കുഴച്ച് വെച്ചിട്ട് വെട്ടി അങ്ങോട്ട് പിരിഞ്ഞി. അത് കഴിഞ്ഞ് ദാണ്ട് ഈ ഒരു നാരങ്ങ മുട്ടായി, ഗ്യാസ് മുട്ടായി കഴിച്ചു. കാരണം കുറേ നാളായി കഴിച്ചിട്ട്. അതും വാങ്ങിച്ചിട്ട് നേരെ പാലരുവിയിലേക്ക് പോയി. അവിടെ നമുക്ക് അവരുടെ വണ്ടിയിൽ ഒരു 4 കിലോമീറ്റർ ട്രാവൽ ചെയ്തിട്ട് വേണം. അതും കാട്ടിക്കൂടാണ് കേട്ടോ. നല്ല രസമാണ് ആ കാട് കാണാനായിട്ട്. കാട്ടിക്കൂടെ ഞങ്ങൾ നേരെ ആ പാലരുവിയിലേക്ക് പോയി. കാരണം ഇതൊരു സംരക്ഷിക്കപ്പെട്ട വനമായതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഡയറക്റ്റ് നമ്മളെ കയറ്റി വിടില്ല. പിന്നെ പാർക്കിംഗ് സൗകര്യവും ഇല്ല, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ പാലരുവി പോയി നമ്മൾ ആ ഒരു 8:30 ആ ഒരു സമയത്ത് ചെല്ലാറുണ്ടല്ലോ, ക്രൗഡ് വളരെ കുറവാണ്. നമുക്ക് അടിപൊളിയായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും ആ ഒരു സമയത്ത് പോയി കഴിഞ്ഞാൽ. പക്ഷേ ആ തെന്മല കണ്ടതുമാതിരിയല്ല, നല്ല പോലെ വെള്ളം ഉള്ളത് കൊണ്ട് തന്നെ ഞങ്ങൾ ഡ്രസ്സൊക്കെ മാറി നേരെ പോയി വെള്ളത്തിലേക്ക് ഇറങ്ങി അടിച്ച് പൊളിച്ച് അർമാദിച്ചു. ആ അർമാദത്തിൻ്റെ ഫലമായിട്ടാണ് എൻ്റെ സൗണ്ട് പോയിരിക്കുന്നത്. അപ്പം അത്രയേ ഉള്ളൂ. ബൈ ബൈ.